മിനിഞ്ഞാന്നാണെങ്കിൽ കറണ്ട് പോയിട്ട് എല്ലാ വീടുകളിലും എല്ലാവരും ഇവിടെ 3 വീട്ടുകാർ താമസമുണ്ട്. അതിൽ 2 വീട്ടുകാരും കറണ്ട് പോയതോടുകൂടി അവരെ എല്ലാം മാറ്റി താമസിപ്പിച്ചു. ഞങ്ങൾ മാത്രം ഇവിടെ ആ ഇരുട്ടത്ത് കിടന്നു. അന്ന് പെരയ്ക്ക് ചുറ്റും ആനയായിരുന്നു. ഞങ്ങൾ പടക്കവും പൊട്ടിച്ചേച്ചും വെച്ച് ഞങ്ങളും പെരയ്ക്കകത്ത് കയറിയിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമായിട്ടുണ്ട്. നമ്മുടെ അവസ്ഥ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ അവസ്ഥ പറഞ്ഞതിന് അങ്ങനെ കളിയാക്കി അവരൊക്കെ വിടുന്നുണ്ട്. ചില ആളുകൾ ഇറങ്ങിപ്പോടാനൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു ഗതിയില്ലാതായിപ്പോയി. ഇപ്പം ആ ഗതിയില്ലാത്ത കാരണം കൊണ്ടാണ് ഇതുപോലത്തെ നമ്മൾ ജനങ്ങളെ അറിയിക്കുന്നത്. ഇതുപോലത്തെ ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ നാട്ടിലുണ്ടെന്ന് കളിയാക്കുന്നതിന് ഒരു ഇതുണ്ട്. ഞങ്ങളുടെ അവസ്ഥയാണ് ഇതാണ് അവസ്ഥ. നിങ്ങൾ കണ്ടില്ലേ, കരിങ്കാടാണ്. കരിങ്കാട് എങ്ങനെയായി? ഇതുപോലെ അവസ്ഥയായി. നാട്ടിൽ ഒരു കർഷകൻ ഞങ്ങളൊക്കെ 15 വർഷമായി ഇവിടെ വന്ന് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ 15 വർഷത്തിൽ നിങ്ങൾ എനിക്ക് ഒരു ദിവസം 100 രൂപ ഇട്ട് നിങ്ങൾ നോക്ക് വരുമാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ വരുമാനം വേണം? നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പഞ്ചായത്തിൽപ്പെട്ട ചെപ്പമല എന്ന് പറയുന്ന പ്രദേശത്താണ്. ചെപ്പമല വ്യൂ പോയിൻറ്റിന് അടുത്ത് തന്നെയാണുള്ളത്. നമ്മൾ കൃത്യം 1-1.5 ആഴ്ച മുന്നേ നമ്മളിവിടെ വന്നിരുന്നു. പാലരാജ് എന്ന് പറയുന്ന ഒരു ചേട്ടനെ കണ്ടിരുന്നു. ആ ചേട്ടൻ്റെ കുടുംബവും ആ ചേട്ടൻ്റെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ്, വളരെ ദയനീയമാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്നൊരു പ്രദേശമാണ്. അപ്പോൾ അതിനുശേഷം ഞാനിന്ന് അന്ന് ആ വീഡിയോയിലൂടെയൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു, അലാറം സിസ്റ്റമൊക്കെ അവർക്ക് ഒരെണ്ണം കിട്ടുവാണെങ്കിൽ കൊടുക്കാമെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ നമുക്കതിന് സ്പോൺസേഴ്സിനെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവരെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഞങ്ങളുടെ തെങ്ങ് കളഞ്ഞു, ഞങ്ങളുടെ റബ്ബർ കളഞ്ഞു, അല്ലെങ്കിൽ ആന എല്ലാ ദിവസവും വരുന്നുണ്ട്, കാട്ടുപോത്ത് വരുന്നുണ്ട്, ഞങ്ങൾ പാല് കൊണ്ടുപോകാൻ പോകുമ്പോൾ ആന മുമ്പിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെയും വിളിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു സ്പോൺസേഴ്സിനെ നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് അലാറം എങ്കിലും സെറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. വീണ്ടും നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ കായ്ഫലമുള്ള 4 തെങ്ങ് ആന കളഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ആ എപ്പിസോഡ് നമ്മൾ കണ്ടാണ്, പറമ്പൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. കാരണം കൃഷിയൊന്നും ചെയ്തിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന പോലെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ജീവികളും ഇങ്ങോട്ട് വരുന്നുണ്ട്. മാത്രമല്ല ആനകൾക്കൊന്നും വേറെ തടസ്സങ്ങളും ഇല്ല. എല്ലാ ജീവികളും ഇങ്ങോട്ട് തന്നെ ഇറങ്ങി പോരുന്നുണ്ട്. അപ്പോൾ ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് നോക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഏതായാലും ആ ചേട്ടൻ്റെ അടുത്തുള്ള ചേട്ടാ, എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ഥിതി? സാറേ, നമുക്ക് മുകളിലേ മിനിഞ്ഞാന്ന് ആന ഇറങ്ങിയായിരുന്നു. ആന ഇറങ്ങി നമ്മുടെ ഫെൻസിങ്ങെല്ലാം പൊളിച്ചിട്ട് പറമ്പില് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ കശുമാവിന്റെ ഉള്ളില് കയറി കളിക്കുമായിരുന്നു ആന പകലൊക്കെ. അപ്പൊ പകലുണ്ടായിരുന്നു. ഞങ്ങള് ഒരു വഴിക്ക് പോയിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഇപ്പൊ അവിടെ ഉണ്ടാവോ പകല്? പകല് ഇപ്പൊ ഉണ്ടോന്ന് അറിയിച്ചില്ല, നമ്മൾ പോയാലേ അറിയുള്ളൂ. അപ്പം മുകളിലോട്ട് കയറി കളിക്കുമായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു പറഞ്ഞു. അവരെന്നാ ചെയ്തു, ഒരു 6 മണിയപ്പോൾ വന്നിട്ട് ഇതിൽ വന്ന് കേട്ട് നോക്കിയിട്ട് എൻ്റെ പറമ്പിലെ ഇറങ്ങിയത് ആന. ഇവരെന്നാ ചെയ്തു, ആ റോഡിൽ കൂടി ഇതിൽ പോയാൽ വീഴുമെന്ന് പറഞ്ഞിട്ട് റോഡിൽ കൂടി തന്നെ പോയിട്ട് മുകളിലെ നമ്മുടെ പറമ്പിലെ ഏറ്റവും മുകളിലെ വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ പോയിട്ട് പടക്കം പൊടിച്ചിട്ട് ആനയെ കയറ്റി വിട്ടെന്ന് പറഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ ആനയെ കയറ്റി വിട്ട് ഓടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങി. ഇത് ഇന്നലെ വന്നിട്ട് ഇന്ന് രാത്രി, കഴിഞ്ഞ രാത്രിയല്ല, അന്ന് മുമ്പത്തെ മിനിഞ്ഞാന്ന് വന്നിട്ട് തെങ്ങ് അന്ന് തന്നെ അവർ പോയ ദിവസം തന്നെ വന്നിട്ട് രാത്രിയിലെ തെങ്ങ് 4 തെങ്ങ് കളഞ്ഞു. 4 തെങ്ങ് കളഞ്ഞു. അപ്പൊ അത് പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു, ഇന്നലെ വിളിച്ചു പറഞ്ഞു, സാറേ ഇതുപോലെ ആന ഇറങ്ങി ഞങ്ങളെ പറമ്പിലെ കളഞ്ഞു, അപ്പൊ നിങ്ങൾ വന്നിട്ട് അതെന്താ നോക്കണം എന്ന് പറഞ്ഞു. അത് എവിടെയാ ഇറങ്ങിയെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയ പുറകെ തന്നെ അതിലെ ഇറങ്ങി മറ്റേ റോട്ടിൽ ഇറങ്ങിയിട്ട് നമ്മുടെ പറമ്പിൽ കൂടി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കൃഷി ഏതും കളഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആന പോയതേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, കളഞ്ഞൊന്നും കണ്ടിട്ടില്ല, അങ്ങ് സാർ നിങ്ങൾ പോയി നോക്ക് എന്ന് പറഞ്ഞു. അവർ അവിടെ നാം പറഞ്ഞ വഴിയിൽ പോകാതെ അവർ നേരെ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക ചെയ്ത. എവിടെയാ നിങ്ങൾക്കൊന്നും കൃഷിയൊന്നും പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിൽക്കുമായിരുന്നു. അപ്പം കൃഷി പോയില്ലാണ് ഈ വനത്തിൽ കൂടി നാം പോയി കണ്ടാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം തിരിച്ച് ഞങ്ങൾ ഇന്ന് പോയി നോക്കുമ്പോൾ 4 തെങ്ങ് അവിടെ കിടക്കുന്നു, മറിച്ച് കിടക്കുന്നു, തിന്ന് കിടക്കുന്നു ആന. അപ്പം എൻ്റെ ഭാര്യ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു 4 തെങ്ങ് പോയി. ഫോറസ്റ്റുകാരെ വിളിച്ച് അപ്പോൾ ഫോറസ്റ്റുകാരെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഫോറസ്റ്റ് ഇന്ന് ഈ കമ്പി ലൈനെ ഫിറ്റിങ് ചെയ്ത് വരുമായിരുന്നു മറ്റേ ഫോറസ്റ്റ് വാച്ചന്മാർ. ഫോറസ്റ്റ് വന്നില്ല. അപ്പോൾ ഫോറസ്റ്റ് വരാതെ വാച്ചന്മാർ മാത്രമേ വന്നുള്ളൂ. അപ്പം ഞങ്ങൾ തന്നെ ചെയ്ത്, ശരി ഇനി ഫോറസ്റ്റ് വിളിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ജനങ്ങൾക്ക് അറിയുന്നില്ല, ഫോറസ്റ്റിക്ക് അവർക്ക് മാസശമ്പളം കിട്ടുന്നതാണ്. അവർക്ക് മാസശമ്പളം കിട്ടിയാൽ നമ്മളിവിടെ കിടന്ന് കൃഷിയെല്ലാം നശിച്ചിട്ട് നമ്മൾക്ക് ഒരു വരുമാനവും ഇല്ല. അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നത്, ഞങ്ങൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിനോട് അപേക്ഷിക്കുന്നത് എത്ര എന്ന് ചോദിച്ചാൽ, മാസശമ്പളം മേടിച്ച് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് വീട്ടിൽ ജീവിക്കാം,
ഞങ്ങളെപ്പോലെ നശിപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ട. നിങ്ങൾ ഒന്ന് പണിയെടുക്കുന്ന പറഞ്ഞാൽ അവർ പറയുകയാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയണേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾക്ക് വേണ്ടത് എന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ പറമ്പിൽ കൃഷിയെല്ലാം കളഞ്ഞിട്ട് ഇവർ വേണ്ടത് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി മാസശമ്പളം മേടിക്കുന്നവരായിരുന്നാൽ നമുക്ക് ആന ഇറങ്ങിന്ന് പറഞ്ഞാൽ ആന നമ്മുടെ പറമ്പിലുണ്ടോ? അവർ ഓടിച്ച് മുകളിൽ കാട്ടിൽ കയറ്റി വിട്ടാലേ നമുക്ക് മനസ്സമാനത്തോടെ ജീവിക്കുകയുള്ളൂ. നമ്മുടെ പറമ്പിൽ ഇറങ്ങാതെ നോക്കിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ, ഇല്ലേ? TFO റേഞ്ചർ അവരോടെയൊക്കെ പറഞ്ഞാലും നോക്കാം അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നവർ. ഇവിടെ വന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റോട്ടിലേ കൂടിയാണ് നടക്കുന്നത്. ആനയെ കയറിപ്പോയി കാട്ടിൽ പോയിട്ട് ഓടിക്കാൻ പോകുന്നില്ല. ഓടിച്ച് കയറ്റിയാൽ മാത്രമേ ആന കാട് കയറുകയുള്ളൂ, അല്ലെങ്കിൽ ആ പറമ്പിൽ തന്നെ നിൽക്കുകയുള്ളൂ. അത് വേറെ എന്നത് അവർക്ക് നമ്മൾ പറയേണ്ടത്? അവരുടെ അടുത്ത് ഒരു പദ്ധതി പാസ്സാക്കിയെന്ന് പറഞ്ഞു, അതിൽ 150 പേർക്ക് പാസ്സാക്കിയെന്ന് പറഞ്ഞ് പൈസ മേടിച്ചു ഗവൺമെൻറ് പൈസ മേടിച്ചിട്ട് പാവങ്ങൾ മൊത്തം ഇവിടെ ഇട്ടേച്ച് അവരുടെ ആവശ്യത്തിലുള്ളവർക്ക് മാത്രം പൈസ കൊടുത്ത് ഇറക്കി വിട്ടു. ഞങ്ങളെപ്പോലെ പാവങ്ങൾ പോർഷൻ ഇറമ്പുള്ളവർ ഇവിടെ കുടുങ്ങി കിടക്കുക. ഞങ്ങൾ എന്നാ ചെയ്യാണ് ഇതിനകത്ത്? നിങ്ങൾ പറ, ജനങ്ങൾ പറ. ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇതിനകത്ത് കണ്ണു തുറന്ന് എത്ര പെട്ടെന്ന് ഇതുമാതിരി പാവങ്ങളെ രസിക്കുക. അല്ലാതെ ഞാൻ ഇത് കൂടുതൽ എന്നാ പറയാനാ? എനിക്ക് കുറേ കൃഷി കളഞ്ഞിട്ടുണ്ടല്ലേ? കുറേ കൃഷി കളഞ്ഞു. ഞങ്ങൾ പണ്ട് തൊട്ടേ കൃഷി കളഞ്ഞു. 10-15 വർഷമായിട്ട് കൃഷി കളഞ്ഞുകൊണ്ടായിരിക്കുന്നത്. താഴെ ഭാഗത്താണ് താഴെ ഭാഗം. നമ്മളിപ്പോൾ നേരെ അങ്ങോട്ട് താഴേക്ക് പോവുകയാണ് പറമ്പിലേക്ക്. ഇപ്പം ഈ സമയത്ത് പോയാൽ ആന ഉണ്ടാവുമോ? അത് പറയാൻ പറ്റൂല നമുക്ക്. റിസ്ക് ആണോ പോകുന്നത്? താഴെയാ റിസ്ക് ആണോ? റിസ്ക് ഒന്നുമില്ല. എന്നാലും ആന നമ്മൾ ഓടിച്ചെന്നൊന്നും ദുരയിക്കാണ് ഈ സമയത്തിൽ നമുക്ക് കണ്ണ് കാണാമല്ലോ. അത് ഓടിച്ചെന്നാൽ നമുക്കറിയാമല്ലോ. ഒന്നും പറയാൻ പറ്റില്ല. അത് ഇവിടുത്തെ ആന പിന്നെ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ദുരയിക്കാത്ത കാരണം കൊണ്ട് നമ്മുടെ ആനയെ ഒന്ന് ഇങ്ങോട്ട് ആളുകൾ ദുരയിക്കുന്നില്ല. നമ്മൾ ആനയെ ദുരയിക്കുന്നില്ലല്ലോ. വണ്ടി പോകുന്ന വഴിയാ ഇത്? ഞങ്ങൾ റോഡ് വെട്ടിയതാ. നമ്മുടെ വീട്ടിലേ റോഡ് വെട്ടിയതാ. എൻ്റെ ഭാര്യയുടെ തറവാട് അതായിരുന്നു ഇതേ. അവിടെ ഇപ്പം താമസം ഇല്ല, താമസമില്ല. അവർക്ക് വയസ്സായി പ്രായമായത് കാരണം കൊണ്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനേ തറവാടല്ലേ വളരെ ബുദ്ധിമുട്ടായിരുന്നു അച്ഛനൊക്കെ അമ്മയ്ക്ക്. നടന്ന് കയറി പോകത്തില്ലല്ലോ അവർക്ക്. അത് കാരണം കൊണ്ട് അവർ വേറെ സ്ഥലം മേടിച്ച് പോയി. അപ്പോൾ അവർ പോയപ്പം ഞങ്ങളിപ്പോൾ ഒരു പേര പാസ്സായിന്ന് പറഞ്ഞു ഞങ്ങളെ പേര. അപ്പം മറ്റേ ഈ മുടിയുടെ ഈ വലിയ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിലെ ആന വരുന്നത്? ആന ഇതിലേക്ക് വരുന്നതാണ്. പുല്ലൊക്കെ പറിച്ചിട്ടേക്കുന്നത്. അത് ഇതാണ് നമ്മുടെ ഭാര്യയുടെ തറവാട് വീട്. അത് വീഴാറായി. പിന്നെ മുറ്റത്തേക്ക് പോകാൻ പറ്റുമോ? മുറ്റത്ത് പോവാം. പക്ഷെ നോക്കാൻ ആന ഇവിടെയൊക്കെ വാഴയായിരുന്നു ഞങ്ങൾക്ക്. ഇവിടെയൊക്കെ അതെല്ലാം കളഞ്ഞു. അപ്പം അത് കളഞ്ഞു. ഇപ്പം ഇവർ നമുക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരെണ്ണം ചെയ്താൽ മാത്രം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതാ വീട് ഈ രീതിക്കായിപ്പോയി. ഇട്ടച്ച് പോയിട്ട് ഇത് കണ്ടില്ല, ഈ രീതിക്കായിപ്പോയി വീട്. പൊളിഞ്ഞു പോയില്ലേ? എത്ര വർഷമായി താമസമില്ലാണ്ടായിട്ട്? ഇതിപ്പോൾ ഒരു 5-8 വർഷത്തോളമായി. തുറക്കാം. അപ്പം 5-8 വർഷത്തോളമായി നമുക്ക്. ഇതെല്ലാം ഫോറസ്റ്റ് പോലെ ആയിപ്പോയില്ലേ നമ്മുടെ കാട്? ഫോറസ്റ്റ് പോലെ ആയിപ്പോയി. ഫോറസ്റ്റ് തന്നെ ആക്കി അവർ. ഇത് നമ്മുടെ തെറ്റല്ല. നമ്മൾ കൃഷി ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ ഇറക്കി വിടണ്ട. അവർ ആന ഇറങ്ങാതെ വെച്ചാൽ മതി. നമുക്ക് ഞങ്ങൾ തന്നെ ജീവിച്ചോളൂ. ഇത് പല ആൾക്കാരുടെ, നിങ്ങൾ പല ആൾക്കാരുടെ ഈ പറമ്പ്? ഇത് അച്ഛൻ്റെയൊക്കെ. താഴെ മഴ പെയ്യുന്നുണ്ട്. അതും മഴയാ. മണ്ണഞ്ചേരി ഭാഗം. ഇങ്ങോട്ടും വരുമായിരിക്കൂല. അച്ഛൻ്റെ ആണ് ഇത്. കുരങ്ങൻ്റെ ശല്യം ഒന്നും പറയണ്ട. അതുകൊണ്ടോ ചായച്ച് അതുകൊണ്ടോ ഇതേ ചാടി പോകുന്നല്ലോ കുരങ്ങ്. ഇതെല്ലാം നിങ്ങളുടെ തന്നെയാ സ്ഥലം? സ്ഥലം. ശരിക്കും എത്ര ഏക്കറുണ്ട് ഇത്? അച്ഛനൊക്കെ മൊത്തം 7 ഏക്കറുണ്ട്. 7 ഏക്കർ 18 സെൻറ്റ്. അതിൽ ഞങ്ങൾക്ക് ഓരോരോ വീതം കൊടുത്തേ ഉള്ളൂ. ഈ വഴിക്ക് തന്നെയാ നടന്നു വരുന്ന ആന ഈ വഴിയുള്ള അതൊക്കെ ഇതൊന്നല്ല പ്രശ്നം. ഇതിനൊക്കെ അപ്പുറം പോവുകയാണ്. നമ്മളൊന്ന് ആന തെങ്ങല്ലേ? ആ തെങ്ങ് നമ്മൾ ആന എന്നാ ജീവനെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കാല് കുറ്റിയിരിക്കും. നമ്മൾ ഇറക്കത്തില്ല, ഇങ്ങനെ കുറ്റിയിരിക്കും. ഈ തുണ്ടില്ല ഇങ്ങനെ കുറ്റി ഇരുന്നിട്ട് മുൻകാലം ഇങ്ങനെ വെക്കും. ഈ വെയിറ്റും കൊണ്ട് ഒറ്റ പോക്ക
ഇറങ്ങി ഊർന്നങ്ങ് പോലെ ഊർന്നു പോകും. ഊർന്നു പറഞ്ഞാൽ അത് കളിക്കാൻ നല്ല സുഖം, അങ്ങനെ നീക്കി കളിക്കുകയാണ്. അതിന് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ചരുക്കി കളിക്കൂലേ, അതേപോലെ അത് കളിക്കാണ് ഭയങ്കര സുഖമാണ്. ഇത് ഇഷ്ടമാണ് അങ്ങനെ ചരുക്കി പോകുന്നത്. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഊർന്നു പോകുള്ളൂ. ഇറക്കമൊക്കെ പോകാൻ നല്ല ഇഷ്ടമാണ് അതിന്. നമ്മൾ ഓരോരോ പ്ലാറ്റിലെ പോയിട്ട് പോകാവേ. പമ്പം കുഴിയായി പോയി തെങ്ങ് അടിച്ചിട്ടേ ഇറങ്ങി വന്നാവോ ആണ് അതിലെ. ഇല്ലല്ല അവിടെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ പുല്ലുണ്ടല്ലോ. ഇതില് കയറിയതായിരിക്കും ചിലപ്പോൾ. ഇറങ്ങിയതാണോ കയറിയതാണോ എന്ന് അറിയത്തില്ല. ഇന്നലെ ആയിരുന്ന കറക്റ്റായിട്ട് കണ്ടുപിടിച്ചേ. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ? നിരന്നിറങ്ങിയായിരിക്കും അല്ലേ? ഇത് കണ്ടില്ലേ, ഇറങ്ങിയതല്ല. ഇത് ഇവിടെ നിന്ന് തെങ്ങ് പറിച്ചുകൊണ്ട് പോയി. തെങ്ങ് പറിച്ചിട്ടോ? ഇത് തെങ്ങ്, അതെൻ്റെ തെങ്ങ് കിടക്കുന്നത്. അതെ ചോട്, ആ ചോട് കണ്ടോ അപ്പുറത്ത് കിടക്കുന്നത്. എങ്ങനെ അങ്ങനെ താഴെ എത്തിയ? അത് ഇവിടുന്ന് പറിച്ച് താഴെ തല്ലിയിട്ടു. എന്നാലും അതെ അവിടെ വരെ എന്നിട്ട് അതിൻ്റെ തടി കണ്ടേ? അതിൻ്റെ തടിയല്ല, അതിൻ്റെ ചോട്. അത് കണ്ടില്ല. അങ്ങോട്ട് ഇറങ്ങാം നമുക്ക്. ഭയങ്കര റിസ്കല്ലേ അത്? അതിലേ ഇറങ്ങാം. അതിലെയാണ് ഇച്ചിരും കൂടെ. മൊത്തം ഇടിച്ച് കാണുന്നൊക്കെ നട്ടോ. തെങ്ങിൻ്റെ ഓലയൊക്കെ കാണാം, പക്ഷെ തടി കാണുന്നില്ല. തടി തിന്നോ ഇനി ആന? തടിയും തിന്നോന്ന്? തടി തിന്ന് കാണും. അതല്ലേ അതൊക്കെ മണ്ട കിടക്കുന്ന. അല്ല ഓല മാത്രമേ കാണുന്നുള്ളൂ. അത് ഓലയുണ്ട്, അപ്പുറത്തുണ്ട്. അത് കണ്ടില്ല, ആ ചോട് പോയി കിടക്കുന്നത്. ആന ഇറങ്ങിയത് ഇതിലാണ് വന്നത്. വന്നിട്ട് കയറി പോയതാണോ ഇറങ്ങി വന്നതാണോ അറിയിച്ചില്ല. ഇന്നലെ അവർ ഫോറസ്റ്റുകാർ വരുന്ന കൃത്യമായിട്ട് കണ്ടനെ. പെട്ടെന്ന് കോടയായില്ലേ? ഫോറസ്റ്റുകാർ ഇവിടം വരെ വന്നതാ. ഇവിടെയല്ലേ റോഡുള്ളത്? ഇതന്നെ ആ റോഡില്ലേ, ഇവിടെയാ ഉള്ള നമ്മുടെ വളവ്. തെങ്ങ് ഇവിടെ കിടക്കുന്നത്. എത്ര തെങ്ങ പോയതാ? 4 തെങ്ങ് അല്ലേ? 4 തെങ്ങ്. കൃഷി ചെയ്യാണ്ട് കിടന്ന് കാട് കുടിച്ചു പോയില്ലേ? ഇതെല്ലാം തെളിച്ച് ഒരു ഉറുമ്പ് പോയാലും ഞങ്ങൾ തെളിച്ച് വെച്ച പറമ്പാ. ഉറുമ്പ് പോയാലും കാണാം ഇതേലെ. ഓ നല്ല സൗണ്ടാ അല്ലേ? ഇവിടെ റബ്ബർ വെട്ടുന്നതാണോ ഇതില്? റബ്ബർ ഇതില് രാത്രിയിലേക്ക് ഇറങ്ങി വെട്ടുകയുള്ളൂ. പിന്നെ ഓരോ 10-5 രൂപ കിട്ടും നമുക്ക്. അതിന് ഓർത്തിട്ട് ഇതിലേക്ക് റബ്ബറിന് ഇറങ്ങി വെട്ടുന്നത്. 500 രൂപ എങ്ങനെ കൂലിക്കാം? കൂലിയല്ല, നമുക്ക് വിറ്റ ഒട്ടുവാളായിട്ടാണ് എടുക്കുന്നത്. ഷീറ്റായിട്ടില്ല, ഷീറ്റിന്റെ മെഷീനില്ല. അത് കാരണം കൊണ്ട് ഒട്ടുവാളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഒട്ടുവാളായിട്ട് ഡെയിലി ഒരു 5 രൂപ കിട്ടും. അങ്ങനെ ഈ രീതിക്ക് ഞാൻ പോകുള്ളൂ. ഇതെല്ലാം നമ്മുടെ കുടുംബക്കാരാണ്. ഇതെല്ലാം എല്ലാവരും വിട്ടിട്ട് പോയി. അവർക്ക് കാടായി പോയി. ഇതിൽ വെട്ടിയാൽ ജീവിക്കുന്നതിനാണ്. ഇപ്പൊ ഒന്നും കിട്ടൂല, വേനൽക്കാലത്തിലേ ഉള്ളു കിട്ടുള്ളൂ. മഴക്കാലത്ത് അങ്ങനെ സാധാരണ മഴക്കാലത്തിൽ വെട്ടാൻ പറ്റില്ല. ഇതിന് പ്ലാസ്റ്റിക് ഇടാൻ നഷ്ടമല്ലേ, പാല് കിട്ടൂല. ഭയങ്കര ഒരു ഭീകരമായ ഒരു ഏരിയ. ഇതിലെങ്ങനെ റോഡിലേക്ക് പോകും? റോഡില്ല, റോഡ് ഇവിടെ അടുത്താണ്. അത് കാണുന്ന വെട്ടം കാണുന്നില്ലേ, അവിടെയാ റോഡുള്ളത്. ഇങ്ങനെ ഇവിടെ മറ്റേ ചെറുപ്പില്ലേ, ഇങ്ങനത്തെ ഭയങ്കര ചെറുപ്പ്, അതേ മേടിക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ഏരിയയ്ക്ക്. അത് മരം പോലെ ഇരിക്കുന്ന വളയുമില്ല നമുക്ക്. അങ്ങനെ ഒരു വിധത്തിൽ നടന്ന് ഇടം വരെ എത്തി കേട്ടോ. ഇത് റിസ്ക്കാണ്. വേണ്ടോ ഉപയോഗിക്കാതെ ഇതെൻ്റെ ആടായ പോയതാട്ടോ. ഉപയോഗിക്കാതെ കിടന്ന് കാടായി പോയതാണ് ഇവിടെയൊക്കെ. ആണ് കാണുന്നത് കേട്ടോ. തിന്നെടുക്കുന്നത് ഇത് തെങ്ങിൻ്റെ ഒരു ഇവിടെ ഇതാണ് തെങ്ങ്. ഇത് തെങ്ങ്. അതെ, അവിടെ തെങ്ങ് അല്ല. ഈ തെങ്ങ് അവിടെ നിന്നേ? ഇത് അവിടെ നിന്ന് തെങ്ങാണ്. അവിടെ നിന്ന് അതായത് മുകളിൽ നമുക്ക് കാണാലോ. അവിടുന്ന് ആന ഈ തെങ്ങ് ഇവിടെ എത്തിച്ചു. ഇത് കുത്തി മറിച്ചാ? അല്ല, തന്നെ ഉന്തി വിട്ടപ്പോ തന്നെ മറിച്ചതേ കൂടത്തി ഇങ്ങനെ തെറിച്ചു പോയതാ? തെറിച്ചു വന്നാ. ഓഹോ, നല്ല മഴ വെച്ചേ. ഇനി എങ്ങനെ അങ്ങോട്ട് പോവാ? അതില് താഴോട്ട് ആ തെങ്ങ് നോക്കാം നമുക്ക്. അല്ല, ആ തെങ്ങ് കാണണ്ട, ഇത് മതിയോ? എല്ലാവരും പോലെയല്ലേ? അവിടെ 3 തെങ്ങുണ്ടായിരുന്നു കേട്ടോ. അവിടെ നോക്കിയാൽ തെങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ കിടക്കുന്ന കാണാം. അല്ല, അവിടെയൊക്കെ നമുക്ക് റോട്ടിലേക്ക് കയറാം. അതിലേ വന്ന് ആ തെങ്ങ് തിന്നു. മൊത്തം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലത്തെ 4 തെങ്ങുണ്ട്. നമ്മൾ എല്ലായിടത്തോട്ടൊന്നും പോകുന്നില്ല, ഭയങ്കര റിസ്ക്കാണ് അങ്ങോട്ട് പോകല്. അതുകൊണ്ട് നമ്മൾ എല്ലായിടത്തോട്ടും പോകുന്നില്ല കേട്ടോ. ഇതിലേ വന്നിട്ട് 4 തെങ്ങുണ്ട്. ആ പറമ്പിലും കാണാം വേറെ തെങ്ങും കൂടെ കിടക്കുന്നത്. നമുക്ക് ചെറുതായിട്ട് കാണാം. അതിൻ്റെ ഓലയൊക്കെ കിടക്കുന്നത് അവിടെ കാണാം കേട്ടോ. അവിടെയും കളഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇനി ഇതിലെ നടന്നു പോക്ക് ഭയങ്കര പാടാണ്. ഉണ്ടായിരുന്ന വഴിയുടെ കുറവ് വിലങ്ങനെയാണ് ഈ തെങ്ങ് കിടക്കുന്നത്. നമ്മൾ അധികം റിസ്ക് എടുക്കുന്നില്ല കേട്ടോ. മാത്രമല്ല, ഇനിയിപ്പോൾ ഈ ഒരു പടക്കം പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ പോലും ആനയ്ക്ക് വരാൻ മാത്രം സമയമൊന്നും വേണ്ട. നമ്മൾ അതുകൊണ്ട് അധികം റിസ്ക് എടുക്കുന്നില്ല. ഇതുപോലെ ഈ പറമ്പിൽ നിന്ന്
തെങ്ങുകളാണ് കേട്ടോ ഇപ്പോൾ ഈ കളഞ്ഞേക്കുന്നത്. ഇതുപോലത്തെ 4 എണ്ണമാണ് താഴെ കളഞ്ഞിട്ടുണ്ട് പറഞ്ഞു കേട്ടോ. അല്ലോ ഇവിടുന്ന് പെടത്തിയ പടക്കലിന് തെങ്ങ് നേരെ ഉരുണ്ട് താഴെ പോയപ്പോൾ കേട്ടോ. ഇപ്പോൾ 2 പ്ലാറ്റ്ഫോം താഴെ എത്തി. ആനേനെ ഇതിലെ ഇറങ്ങി പോവുക കേട്ടോ. ഇതിലിറങ്ങി പോവുക ഇതെന്ന് തോന്നുന്നു. ആനേ ഇതിലെ ഇറങ്ങിപ്പോയതാ. ഇറങ്ങിപ്പോയതാ? തെന്നിയേക്കുന്നല്ല കാണുന്നു. ആ ചിലപ്പം കയറിയാലും ചെന്നു കേട്ടോ. ആണോ? മഴക്കാലത്തുള്ള കയറിയാലും ചെന്നു. ഇപ്പം പറയാം ഞാൻ അത് ഏതിലാണ് നോക്കാം. ആനച്ചൂരുണ്ടല്ലോ. ആനച്ചൂരുണ്ടല്ലോ. ഇല്ല ഇതില്ലേ ആനച്ചൂരടിക്കുന്നുണ്ടല്ലോ. ഇല്ല ഇവിടെ ഒന്നുമില്ല. ഉറപ്പാണോ? ഇല്ല ഉറപ്പാ. ഇത് കയറി പോയതാ ഇതല്ലേ? ആനപ്പിണ്ടുണ്ട്. അതാ സ്മെല്ല്. ഇതിലെ കയറി ഇറങ്ങുകയും ചെയ്തു. റോട്ടിൽ നിന്ന് ഇറങ്ങി വന്നാ. ഞങ്ങളുടെ തെങ്ങൊക്കെ പോയത് നിങ്ങൾ കണ്ടതല്ലേ. ഫോറസ്റ്റ് വിളിച്ചിട്ട് ഒരു ഫോറസ്റ്റുകാർ വന്നില്ല. ഞങ്ങൾ ഇങ്ങനെ ആനയും കൂട്ടത്തിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു ഗതിയില്ലാതെ കാരണമുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫോറസ്റ്റുകാരെ മേലെ വൈരാക്കിയില്ല, രാഷ്ട്രീയക്കാരോടെയും വൈരാക്കിയൊന്നുമില്ല. ഞങ്ങൾ എത്ര പെട്ടെന്ന് കൊടുത്ത് സഹായിച്ച് ഇറക്കി വിട്ടാൽ ഞങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് പോയിട്ട് ജീവനത്തിൽ രചിച്ച് ഞങ്ങൾക്ക് വീട്ടിൽ പോയി എവിടെയെന്ന് വെച്ചാൽ ഒരു കുടിയിൽ കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾ ജീവിക്കാമായിരുന്നു. അല്ലാതെ ഞങ്ങൾക്ക് എന്താ മാർക്കറ്റ് എല്ലാം നിങ്ങൾ കണ്ടതല്ലേ വീഡിയോയിലെ. എല്ലാം ആനയെല്ലാം തവിട് വീടിയാക്കി ആ കാട്ടിൽ പോയിട്ടാണ് അവർ വെട്ടിയിട്ട് ഒരു സമയം പോലെ ഒരു സമയം കാണില്ല. പുലിയോ കടുവയോ ഏതോ ഒരു വന്യമൃഗം ആക്രമിച്ച് കിടന്നു കഴിഞ്ഞാൽ നോക്കുമ്പോൾ ആൾക്കാർ ഇല്ല. വീട്ടുകാർ വന്ന് നോക്കിയാലേ ഉള്ളൂ. നമ്മളെ കാര്യങ്ങൾ വ്യക്തിയായിട്ട് വീഡിയോയിലുണ്ടല്ലോ. അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നമ്മൾ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. നമുക്ക് നല്ലപോലെ ജീവിക്കാൻ ഇവിടെ ഒന്നുമില്ല. എല്ലാം പോയി, നശിച്ചു പോയി. ഇനി ആനയൊക്കെ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് എത്ര നേരം ഒഴിവാക്കും? ആനയൊക്കെ പെറ്റി പെരുകില്ലേ. കാട്ടിയും പെറ്റി പെരുകി, ആനയും പെറ്റി പെരുകി, പുലിയും പെറ്റി പെരുകി, കുരങ്ങോ ഇഷ്ടം പോലെ, മലയണ്ണാൻ ഇഷ്ടം പോലെ. ഇതുകൊണ്ടൊക്കെ നമ്മൾ ജീവിക്കാൻ പറ്റില്ല. ഭൂമി വെറുതെ ഇട്ടിട്ട് പോകണം നമ്മൾ. അത് ഇവർ ഇപ്പോൾ ഇന്ന ഇറക്കി വിടും നാളെ ഇറക്കി വിടും എന്ന് പറഞ്ഞാൽ ഇറക്കി വിടുന്നവരൊക്കെ ഏത് കാലമാണെന്നൊന്നും അറിയിച്ചില്ല. ഇവർ ഗവൺമെൻറ് കയ്യിലല്ലേ ഉള്ള നമ്മൾ. അത് കാരണം കൊണ്ട് എത്ര പെട്ടെന്ന് ഇപ്പോൾ ഉള്ള നമ്മുടെ സുബു ബേബി സാറ് വനവകുപ്പ് മന്ത്രി അവർ ഒരു നല്ല മനസ്സ് വെച്ച് ഞങ്ങളെപ്പോലെ ആൾക്കാരെ ഈ കാട്ടിലിരുന്ന് ഇറക്കി തരണമെന്ന് വേണ്ടുക. അത്രേ എന്നെ വേണ്ടുകയുള്ളൂ. എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. എൻ്റെ ഗതികേട് കാരണം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അല്ലാതെ എനിക്ക് ആരോട് വൈരാഗ്യമോ ഒരു ദേഷ്യമോ ഒന്നുമല്ല എന്നാണ് ഈ ഇവിടെ ചാനലിൽ സംസാരിക്കുന്നത്. ഞാൻ നല്ല മനസ്സോടെയാണ് പറയുന്നത്. എൻ്റെ ബുദ്ധിമുട്ടാണ് പറയുന്നത്. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞാൻ നിങ്ങളെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അല്ല നമ്മളിവിടെ ആനയോ കാട്ടിയോ അതുങ്ങൾ പാവങ്ങൾ അതുങ്ങൾ എന്നാ ചെയ്യാനാ? ഫോറസ്റ്റ് എത്ര നേരം വന്നിട്ട് ഇവിടെ ഓടിക്കാനാ? ഇത് നമ്മൾ തന്നെ ജനങ്ങളിപ്പോൾ നോക്കി ഇതുപോലെ ജനങ്ങളെ രക്ഷിച്ചെടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഗവൺമെൻറ് എത്ര പെട്ടെന്ന് ഞങ്ങൾ കൊടുത്ത് ഇറക്കി വിടുക. ഇത് കാണുന്നവർ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മൾ ആനയെ കളഞ്ഞതും കുരങ്ങ് പോകുന്നതെല്ലാം കണ്ടതല്ലേ. ഇതുപോലെ നിരന്തരമായിട്ട് നമുക്ക് ഭീഷണിയായിട്ടാണ് ഉള്ളത്. ഞങ്ങൾക്കിപ്പം അച്ഛൻ സ്ഥലം മേടിച്ച് തന്നിട്ടുണ്ട്. ആ സ്ഥലത്തിൽ ഒരു വെള്ളമില്ലാത്ത കാരണം കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാത്തത്. നമ്മൾ അങ്ങോട്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക് കെട്ടിനാച്ചിൽ അങ്ങോട്ട് പോയേനെ. ഈ കാട്ടിൽ നിന്ന് ജീവൻ രക്ഷിച്ചിനാച്ചിൽ എനിക്ക് പോകാമായിരുന്നു. ഇനി ബാക്കി വീഡിയോയിലെല്ലാം കണ്ടല്ലോ ഈ കരുങ്കാട്ടിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് ആരെങ്കിലും ഒരാൾ മുന്നിൽ ഒന്ന് സഹായിച്ചാൽ അത്രയ്ക്ക് ഉപകാരം. ഞാൻ തമിഴ്നാട്ടിൽ വന്ന് വീണാൽ തമിഴ്നാട്ടിലെ ഏക്കർ കണക്കുള്ള സ്ഥലമുണ്ട്, 5-8 മക്കളുണ്ട്. അങ്ങനെ വലിയ സ്വത്ത് കാരണം ഇവിടെ വന്നിട്ട് മലയാളികളെ തെറ്റ് പറയാവോ? വെട്ടിപ്പിടിച്ച ഭൂമി നീ കയറിയിട്ട് കാട് കയറിയിട്ട് വെട്ടിയെടുത്തിട്ട് നീ മലയാളികളെ തെറ്റ് പറയാവോ എന്നൊക്കെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, കമാൻഡിലിടുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എനിക്ക് വളരെ വിഷമമാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു
നമ്മുടെ അവസ്ഥ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ അവസ്ഥ പറഞ്ഞതിന് അങ്ങനെ കളിയാക്കി അവരൊക്കെ വിടുന്നുണ്ട്. ചില ആളുകൾ ഇറങ്ങിപ്പോടാനൊക്കെ പറയുന്നുണ്ട്. നമ്മളൊക്കെ അച്ഛനക്ക് പട്ടയം കെട്ടിയിട്ട് അച്ഛൻ ഇപ്പോൾ പട്ടയം കെട്ടിയിട്ട് ഒരു 76 വർഷത്തോളം ആയി അച്ഛനക്ക്. ആ പറമ്പിലാണ് ഞങ്ങൾ കറവടച്ചുകൊണ്ട് ജീവിക്കുന്നത്. നടുക്കാടുമല്ല. ഞങ്ങൾ ഒരു കാലത്ത് നല്ലപോലെ ജീവിച്ച പറമ്പാണ്. ഈ കൊട്ടൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കർഷകൻ്റെ കേന്ദ്രമായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടുന്ന് പോകുന്ന സാധനങ്ങൾ വിഷമില്ലാതെയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് ജനങ്ങൾ. ഇനി നമ്മൾ വിഷം കൊടുത്ത് മേടിച്ച് കഴിക്കാൻ വേണ്ടി അന്യ സംസ്ഥാനത്തിലിരുന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടിയ ഒരവസ്ഥ ഉണ്ടാവുകയാണ് നമുക്ക്. അപ്പോൾ അത്ര അവസ്ഥ വന്നത് എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഇതുപോലത്തെ വെട്ടിപ്പിടിച്ച പറമ്പ ഇറങ്ങിയിട്ടെന്ന് പറയുന്ന കാരണം കൊണ്ടാണ് നമ്മൾ ആ ബുദ്ധിമുട്ട് അറിയാത്ത കാരണം കൊണ്ടാണ് കർഷകന് ഇട്ടിട്ട് പോകുന്നത്. ആ കർഷകന് ഒന്നാന്തര വിഷമില്ലാത്ത സാധനം കഴിച്ചാണ് നമ്മൾ പണ്ട് കാലത്തിൽ നല്ല കപ്പ, നല്ല ചക്ക, നല്ലപോലെ തെങ്ങ, നല്ലപോലെ വാഴക്കൊല എല്ലാം നേന്ത്രക്കായ വിറക്കി നമ്മൾ കഴിച്ച് ആരോഗ്യത്തോടെ ജീവിച്ചു. ഇന്നത്തെ കാലത്തിൽ എല്ലാം വിഷാംശമാണ്. പുറമെ രാജ്യത്തിൽ നിന്ന് മരുന്നടിച്ച് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നായപ്പിടിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇതുപോലെ മല ഏരിയകളിൽ ഇരിക്കുന്ന ഓരോ കർഷകൻ നല്ല രീതിക്ക് പോകുമ്പം അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരെ നമ്മൾ പൈസ കൊടുത്ത് ഇറക്കിയില്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ കൃഷി ചെയ്യും. ആ കൃഷിയിൽ ചെയ്തിട്ട് ജനങ്ങൾക്ക് നിങ്ങൾ വികസനം ചെയ്യും. അത് ജനങ്ങൾക്ക് വന്നിട്ട് ചേർത്ത നല്ല കാര്യമല്ലേ. അതുകൊണ്ട് ഗവൺമെൻറ് എത്ര പെട്ടെന്നൊക്കെ നല്ലപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് വനവകുപ്പ് മന്ത്രിയിൽ പറഞ്ഞിട്ട് നല്ലപോലെ പെൻസിങ് ഇട്ടിട്ട് ആ പെൻസിങ് ജനവകുപ്പിലെ വന്യമൃഗങ്ങൾ ഇറങ്ങാതെയൊക്കെ ഇരുന്നാൽ അത്രയ്ക്കൊക്കെ നമുക്ക് കർഷകൻ നല്ല ഉയർന്നു വരും. നമ്മുടെ നാട്ടിൽ വിഷമില്ലാതെ ഭക്ഷണം കഴിച്ച് നമുക്ക് ജീവിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഈ മല ഏരിയയെ കൊണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ വിടുമ്പോൾ കമ്പണ്ടൊക്കെ വിടുമ്പോൾ ഒരു കർഷകനെ കളിയാക്കി രീതിക്ക് വിടരുത്. ആ കളിയാക്കി എത്രയോ കളിയാക്കുന്ന കാരണം കൊണ്ട് എത്രയോ കർഷകൻ ജീവൻ പോയിട്ടുണ്ട്. മനുഷ്യൻ നമ്മുടെ നാട്ടിൽ നല്ല ചെയ്തിട്ട് അപ്പം നമ്മളെ കളിയാക്കുന്നുണ്ടല്ലോ ആണ് എത്രയോ കർഷകൻ തൂങ്ങി ചെത്തിട്ടുണ്ട്, വിഷമടിച്ച് മറിച്ചിട്ടുണ്ട്. അതുപോലുള്ള അവസ്ഥയ്ക്ക് നിങ്ങൾ വിടാതെ ജനങ്ങളെ കർഷകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാട്ടിലെ കർഷകനാണ് മുതുകൊണ്ട് എല്ലെന്ന് പറയുന്നത്. പക്ഷേ ആ പറച്ചിലിന് മാത്രമേ ഉള്ളൂ. പ്രവൃത്തിയിൽ കൊടുത്താൽ പോരെ നമുക്ക്. ആ പ്രവൃത്തിയിൽ നമ്മൾ ഉയർന്നു വരില്ലേ. നാട്ടിൽ എത്ര നല്ല കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്തു കൊടുത്താൽ പോരെ. കെട്ട കാര്യങ്ങൾ മാത്രം ഗവൺമെൻറ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. മനുഷ്യന്മാർക്ക് ഒരു പാവപ്പെട്ട അവൻ്റെ ബുദ്ധിമുട്ട് പറയുമ്പോൾ അവനൊക്കെ നീ ഇറങ്ങിപ്പോകുന്നോടാ, നീ രണ്ടും കെട്ടിപ്പോണോടാ അവനക്ക് പറഞ്ഞിട്ട് എന്ത് ന്യായം സുഹൃത്തുക്കളാ. നമുക്ക് അതുകൊണ്ട് വല്ല നേട്ടമുണ്ടോ? കളിയാക്കുന്നതിന് ഒരു ഇതുണ്ട്. ഞങ്ങളുടെ അവസ്ഥയാണ് ഇത്. ഇതാണ് അവസ്ഥ. നിങ്ങൾ കണ്ടില്ലേ, കരിങ്കാടാണ്. കരിങ്കാട് എങ്ങനെയായി? ഇതുപോലെ അവസ്ഥയായി. നാട്ടിൽ ഒരു കർഷകൻ ഞങ്ങളൊക്കെ 15 വർഷമായി ഇവിടെ വന്ന് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ 15 വർഷത്തിൽ നിങ്ങൾ എനിക്ക് ഒരു ദിവസം 100 രൂപ ഇട്ട് നിങ്ങൾ നോക്ക് വരുമാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ വരുമാനം വേണം? കയ്യിലിരിക്കുന്ന പൈസ ലോൺ എടുത്തിട്ട് ആ ലോണിൻ്റെ പൈസ എല്ലാം പോലെ അടയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്നതാണ്. അടച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഗതിയില്ലാതായിപ്പോയി. ഇപ്പം ആ ഗതിയില്ലാത്ത കാരണം കൊണ്ടാണ് ഇതുപോലത്തെ നമ്മൾ ജനങ്ങളെ അറിയിക്കുന്നത്. ഇതുപോലത്തെ ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ നാട്ടിലുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് സുഹൃത്തുക്കൾ സ്വീകരിക്കുക. എല്ലാം കെട്ടത് തന്നെ ചിന്തിക്കരുത്. ഒരു മനുഷ്യനെ നാട്ടിലെ ആരെയും കളിയാക്കാനേ നമ്മളൊന്നും വലിയ ആളില്ല. നമ്മളെല്ലാം സാധാരണ മനുഷ്യനാണ്. പോകുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല. അത് നടുക്കെടുക്കുമ്പോൾ ഇച്ചിരി ജീവിതമുള്ളൂ. ആ ജീവിതത്തിൽ നമ്മൾ നല്ല രീതിക്ക് ജീവിച്ച് പോയാൽ പോരെ. അത് എന്തിനാണ് നമ്മൾ കളിയാക്കി ജീവിക്കുന്നത്? പിന്നെ നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാം ചേർന്ന് രാഷ്ട്രീയമോ ഇന്ന പാർട്ടിക്കാരോ ഇന്ന ആളുകളോ അവർ ആര്, നമ്മുടെ കോൺഗ്രസ്സുകാരാണോ, അവരാര് കമ്മ്യൂണിസ്റ്റുകാരാണോ, ഇവരാര് BJPക്കാരാണോ, അവരെയെല്ലാം തിരിച്ചറിഞ്ഞ് നല്ലത് ചെയ്യണമെന്നൊന്നുമില്ല. ജനങ്ങളെന്ന് പറയുമ്പോൾ എല്ലാം ജനപ്രതിയാണ്. അവരെ രാഷ്ട്രീയവും മതം ജാതി ഭേദം എതും നോക്കാതെ തുല്യമായിരിക്കുന്നതാണ് ത്രാസ്. ആ ത്രാസിക്ക് പേരാണ് ത്രാസിന് വെക്കുന്നത്. അപ്പം അതുപോലെ വേണം ജനപ്രതിനിധികൾ പെരുമാറാണ്. ഇന്നലെയും ഞങ്ങളുടെ പറമ്പിൽ ആന ഇറങ്ങി 3-4 തെങ്ങ് തിന്നു. ഞാൻ പോർച്ചുകാരെ വിളിച്ചിട്ട് അവർ വന്ന് 1-2 പടക്കവും പൊട്ടിച്ചേച്ച് ആന പോയി എന്ന് പറഞ്ഞു. ആന ഇന്ന സ്ഥലത്ത് നിപ്പുണ്ടെന്ന് പോർച്ചുകാരോട് പറഞ്ഞിട്ട് അവർ റോഡേ കൂടെ പോയിട്ട് പടക്കവും പൊട്ടിച്ചിട്ട് അവർ വീട്ടിൽ പോയി. ഞങ്ങളുടെ
പിന്നെ ഞാൻ എന്നും രാവിലെ പാലും കൊണ്ട് പോകുമ്പോഴാണ് ഇത് കാണുന്നത്, ആന ഇറങ്ങുന്ന കാണുന്നത്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നുള്ളൂ. അല്ല, രൂക്ഷമായിട്ടൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അതൊക്കെ എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ പറയുന്നത്. മിനിഞ്ഞാന്നാണെങ്കിൽ കറണ്ട് പോയിട്ട് എല്ലാ വീടുകളിലും എല്ലാവരും ഇവിടെ 3 വീട്ടുകാർ താമസമുണ്ട്. അതിൽ 2 വീട്ടുകാരും കറണ്ട് പോയതോടുകൂടി അവരെ എല്ലാം മാറ്റി താമസിപ്പിച്ചു. ഞങ്ങൾ മാത്രം ഇവിടെ ആ ഇരുട്ടത്ത് കിടന്നു. അന്ന് പെരയ്ക്ക് ചുറ്റും ആനയായിരുന്നു. മിനിഞ്ഞാന്ന് പെരയ്ക്ക് ചുറ്റും ആനയായിരുന്നു. ഞങ്ങൾ പടക്കവും പൊട്ടിച്ചേച്ചും വെച്ച് ഞങ്ങളും പിന്നെ പെരയ്ക്കകത്ത് കയറിയിരുന്നു. പിന്നെ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമായിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ അച്ഛൻ സ്ഥലം മേടിച്ച് തന്നിട്ടുണ്ട്. മണത്തണ മടപ്പരച്ചാലി സ്ഥലം മേടിച്ച് തന്നിട്ടുണ്ട്. ഒരു കിണർ കുത്താൻ, ഒരു കുഴൽ കിണർ അടിക്കാൻ 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഷെഡ് വെച്ചാണേലും ഞങ്ങളുടെ പശുവിനെയും കൊണ്ട് ഞങ്ങൾ പോകും. അല്ലാതെ ഒരു വാടകയ്ക്ക് ഈ വാടക കൊടുക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല. ഇവിടെ വീട് വെക്കണ്ടെന്നും പിന്നെ പഞ്ചായത്തുകാർ പറഞ്ഞു. ഉരുള് വെട്ടുന്നതും ഒക്കെ ആയതുകൊണ്ട് ഇവിടെ വീട് വെക്കണ്ടെന്ന് പറഞ്ഞു. ഇറങ്ങിപ്പോടാ, നിങ്ങൾക്ക് അവിടുന്ന് പോകത്തില്ലേ, പിന്നെ സ്ഥലവും വീടും തന്നാൽ പിന്നെ സ്ഥലവും വീടും തന്നാലും അവരിറങ്ങി പോകുകയില്ല എന്നൊക്കെയാണ് കമൻറ്റ് വരുന്നത്. പിന്നെ എൻ്റെ ഭർത്താവിന് പിന്നെ മക്കളും പിന്നെ ഭാര്യയും സ്ഥലവും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഞാൻ പിന്നെ സ്നേഹിച്ച് കെട്ടിക്കൊണ്ട് വന്നല്ല, എൻ്റെ അച്ഛനും അമ്മയും എല്ലാം പോയി കണ്ട് പിന്നെ ഇവിടുന്ന് 1 ബസ് ആൾ പോയിട്ടാണ്, നമ്മുടെ കൊട്ടൂർ പഞ്ചായത്തിൽ നിന്ന് 1 ബസ് ആൾ പോയിട്ടാണ് ഇവരുടെ വീട്ടിൽ പോയിട്ട് കല്യാണം കഴിച്ച് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവിടെ ഞാൻ 1 വർഷം താമസിക്കുകയും ചെയ്തു. അവിടുന്ന് പിന്നെ അച്ഛന് വന്ന് അവിടെ അന്വേഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അല്ലാതെ ഒരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കാനോ അല്ല നാട്ടുകാരെ കൊണ്ട് നാണം കെടുത്താനോ എന്തിനാ? തമിഴിനാന്ന് എല്ലാവർക്കും അറിയാം. ഈ നാട്ടിൽ എനിക്കൊരു ചെറുക്കനെ ആരും കാണിച്ചു തരാത്തതുകൊണ്ടല്ലേ ഞാൻ തമിഴിനെ കല്യാണം കഴിക്കേണ്ടി വന്നത്. എല്ലാവരും ഇത്ര ആക്ഷേപിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ നല്ല ഹിന്ദുക്കളായ ചെറുക്കനെ കൊണ്ട് കാണിച്ചു തരണ്ടായിരുന്നോ? എനിക്കുണ്ട് വിഷമങ്ങളൊക്കെ. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? ആര് ചോദിച്ചാലും പാൽരാജിന് പിന്നെ വേറെ പെണ്ണുങ്ങളുണ്ടോ മക്കളുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കും. എനിക്ക് മക്കളില്ല, എനിക്ക് സുഖമില്ലായിരുന്നു. കല്യാണത്തിന് മുമ്പ് ഒരു ഓപ്പറേഷനും ചെയ്തതാണ്. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഇവർ എന്നോട് പറഞ്ഞു ആശുപത്രിയിൽ പോയിട്ടുള്ള മക്കൾ വേണ്ട, പിന്നെ അല്ലാതെ മക്കളുണ്ടായാൽ മതിയെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ആമാശയത്തിൽ മുഴയായിട്ട് ഓപ്പറേഷൻ കല്യാണത്തിന് മുമ്പ് നടത്തിയതാണ്. ആ വേദനകളൊക്കെ എനിക്കുണ്ട് ഇങ്ങനെ മനുഷ്യർ കളിയാക്കുമ്പോൾ. ഞങ്ങളുടെ വേദന കൊണ്ടാണ്, ഞങ്ങൾ വിഷമം കൊണ്ടുമാണ് ഇതെല്ലാം പറയുന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഒന്ന് ഇവിടുന്ന് ഇറക്കി കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് സ്ഥലത്തിൻ്റെ പൈസയും കിട്ടി ഞങ്ങളെ ഒന്ന് ഇറക്കി കിട്ടിയാൽ ഇനി അച്ഛന് സഹായിക്കാൻ പറ്റുകയില്ല. അച്ഛന് വയസ്സായി.